إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് സ്വലാത്തെന്നും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളെ സംബന്ധിച്ചുമായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സ്വലാത്ത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ധാരാളം ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ പൂർണ്ണമായ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതിന് എത്രത്തോളം മഹത്വമുണ്ട്. വലിയ മഹത്വമുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിൽ ലോകത്ത് ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ മഹാനായ ഇസ്മായിൽ ഇബ്നു ഇസ്ഹാഖ് അൽ ജഹ്ദമി റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച ഹിജ്റ 282 മരണപ്പെട്ടു പോയ മഹാപണ്ഡിതനാണ്, ഇമാമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു കിതാബ് തന്നെ തഹ്ഖീഖു ഫദ്ലി സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള കിതാബ് ആ കാലഘട്ടത്തിൽ തന്നെ രചിച്ചിട്ടുണ്ട്. അത് ഇന്നും ലോകത്ത് ലഭ്യമാണ്. മഹാനായ ഇമാം അഷ്ശൈഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹ്മഹുല്ലാഹ്, അദ്ദേഹം അതിനെ തഹ്ഖീഖോടുകൂടി അതിലുള്ള ദുർബലമായ ഹദീസുകളെയൊക്കെ വേർതിരിച്ച് ഇന്ന് ലോകത്ത് ആ ഗ്രന്ഥം നമുക്ക് ലഭിക്കും. 107 ഹദീസുകൾ ആ കിതാബുകളിലുണ്ട്. ചിലതൊക്കെ ദുർബലമാണെങ്കിലും പിന്നീട് വന്ന ധാരാളക്കണക്കിന് ഉലമാക്കൽ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫദ്ലുകളെ സൂചിപ്പിക്കുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു ഗ്രന്ഥം തന്നെ രചിക്കണമെങ്കിൽ എത്രത്തോളം ഫദ്ലുകൾ അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സൂക്ഷ്മത സലഫുകളും ഉലമാക്കളും പാലിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിലൊക്കെ ചൊല്ലുന്നതാണ്. അതേപോലെ തന്നെ ചുരുങ്ങിയ രൂപത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ള 2 സീഗകളാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സീഗകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വാക്കും അതേപോലെ തന്നെ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള ഉപയോഗം സലഫുകൾക്കിടയിൽ ധാരാളമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത രീതിയിൽ, സലഫുകൾ മനസ്സിലാക്കാത്ത രീതിയിൽ
സ്വലാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരുമ്പോ ചില ആളുകൾ ഷോർട്ടാക്കി ചില ഹർഫ് മേൽ ഒതുക്കുക എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ എത്രത്തോളം പണ്ഡിതന്മാർ വിലക്കിയെന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മഹാനായ ഉലൂമുൽ ഹദീസിലെ പണ്ഡിതനായ ഇബ്നു സലാഹ് റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് എന്നറിയപ്പെടുന്ന കിതാബിൽ അദ്ദേഹം ഹദീസ് എഴുതി വെക്കുമ്പോൾ നമുക്കറിയാം, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ധാരാളക്കണക്കിന് വരും. ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ ഹദീസ് എഴുതി വെക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കവേ 9ാമത്തെ കാര്യമായി മഹാനായ ഇബ്നു സലാഹ് റഹ്മഹുല്ലാഹ് സൂചിപ്പിക്കുന്നത് കാണാം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. യംബഗി ലഹു, ഹദീസ് എഴുതുവനെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായ കാര്യമാണ് അയുഹാഫിദ അലാ കത്ബിഹി സ്വലാത്ത വത്തസ്ലീമ അലാ റസൂലില്ലാഹ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇൻദ ദിക്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരുന്ന സന്ദർഭത്തിൽ, പറയപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ സ്വലാത്തും സലാമും എഴുതുക എന്നുള്ള കാര്യത്തിൽ, അവൻ എഴുതുക എന്നുള്ളതിൽ അവൻ ഒരു സൂക്ഷ്മത കാണിക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ യസ്അമ മിൻ തക്രീരി ദാലിക ഇൻദ തഖർറുരിഹി. ഹദീസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും അതിന്റെ ആവർത്തനം ധാരാളക്കണക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരും. ആ സമയത്തൊന്നും അവനൊരു മടുപ്പ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് പൂർണ്ണമായിട്ട് എഴുതണം. ഒരു മടുപ്പും അവൻ ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, فإن ذلك من أكبر الفوائد التي يتعجلها طلبة الحديث وكتبته. ഹദീസ് എഴുതി വെക്കുന്നവരും ഹദീസിന്റെ പഠിതാക്കളും അവർ ധൃതി കൂട്ടിയിരുന്നതായ വലിയ ഫായിദകളിൽപ്പെട്ട കാര്യമാണ് അത് എഴുതുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എഴുതുകയാണെങ്കിലോ വായിക്കുകയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇങ്ങനെ ആവർത്തിച്ചു വരികയാണെങ്കിലും എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലൊരു മടുപ്പ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ അഗ്ഫല ദാലിക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ആരെങ്കിലും അശ്രദ്ധനായാൽ ഹുർരിമ ഹദ്ദൻ അസീമ, വലിയൊരു നന്മയുടെ ഓഹരി പങ്ക് തന്നെ അവന് തടയപ്പെട്ടു എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, സുമ്മ ലിയതജന്നബ ഫി ഇസ്ബാതിഹാ നഖ്സൈൻ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആ സ്വലാത്ത് തന്നെ എഴുതേണ്ട സന്ദർഭം വരികയാണ്, അല്ലെങ്കിൽ പറയേണ്ട സന്ദർഭം വരികയാണ്. അപ്പോഴും ആ സ്ഥിരപ്പെടുന്ന സമയത്ത് 2 കുറവുകൾ ആ ആളുകൾ വരുത്തുന്നുണ്ട്. അതിനെ തൊട്ട് അവർ വിട്ടുനിൽക്കണം. ഒന്നെന്താ, നാളുകളിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അഹദുഹുമാ, അതിലൊന്ന് അയക്തുബഹാ മൻഖൂസതൻ, വളരെ ചുരുക്കിയ രൂപത്തിൽ ആളുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് ചുരുക്കി എഴുതും. സൂറത്തൻ, രൂപത്തിൽ അത് എഴുതുന്ന രൂപത്തിൽ ഷോർട്ടാക്കും. റാമിസൻ ഇലൈഹാ ബിഹർഫൈൻ, 2 നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സ്വാദ് മാത്രം ഇടും, ചിലർ സ്വാദ് ഐന് മാത്രം ഇടും. അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ഔ നഹ്വി ദാലിക, അങ്ങനെ ഹർഫുമൽ ചുരുക്കി എഴുതുന്ന ആ സ്വഭാവം അത് നമ്മൾ എവിടെയെങ്കിലും എഴുതുവാണെങ്കിൽ അത് നമ്മൾ വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ മഹാനവർകൾ 2ാമതായി പറഞ്ഞു അയക്തുബഹ മൻഖൂസതൻ, ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് ചുരുക്കി തന്നെ എഴുതുക, പക്ഷെ മഅനൻ, അർത്ഥത്തിൽ ചുരുക്ക എന്ന് പറഞ്ഞ ബിഅല്ലാ യക്തുബ വസല്ലമ, തസ്ലീം എഴുതാതിരിക്കുക, അതിൽ നിന്നും വിട്ടുനിൽക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വലാത്തും സലാമും കൂടി പറയുക എന്നുള്ളതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം ഉണർത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ ആളുകൾക്കിടയിൽ ചില ആളുകൾ അങ്ങനെ സ്വാദിലാമ് മാത്രം ഇതും, അതേപോലെ തന്നെ സ്വൽഅമ എന്ന രൂപത്തിൽ ചുരുക്കി എഴുതുക. ഇതൊക്കെ ഇന്ന് ആളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം. പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് എഴുതാനും പറയാനും നമുക്ക് സാധിക്കണം. മഹാനായ ഫൈറൂസാബാദി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വലാ യംബഗി അൻ തർമുസ ലിസ്വലാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് പൂർണ്ണമായി എഴുതുകയോ പറയുകയോ ചെയ്യുന്നതിന് പകരം അതിലേക്ക് ചില സൂചനകൾ നൽകുക എന്നുള്ളത് അത് അനിവാര്യമല്ല, അത് അഭികാമ്യമല്ലാത്ത പരിപാടിയാകുന്നു.
കമാ യഫ്അലുഹു ബഅദുൽ കുസാല, ചില മടിയന്മാർ ചെയ്യുന്നത് പോലെ, വൽ ജഹല, ചില വിവേകമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ, വഅവാമി ത്വലബ, സാദാ പഠിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ, ഫയക്തുബൂന സൂറത സ്വൽആമ എന്ന് മാത്രം എഴുതും, ബദലൻ മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതിന് പകരം അങ്ങനെ ചുരുക്കി എഴുതുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട്. അതത്ര യോജിച്ചതല്ല എന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അത്രക്കും ആ സ്വലാത്തിന്റെ രൂപത്തിൽ പറയുന്നതിലും എഴുത്തിലും സലഫുകൾ കാണിച്ച ആ ഒരു മാതൃക നമ്മളും പിന്തുടരേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളക്കണക്കിന് മഹത്വങ്ങൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു കിതാബായ ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം എന്ന് പറയുന്ന കിതാബിൽ 39ഓളം ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 39 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു. ഇനിയും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴേ അതിന്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ എണ്ണി പറയുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ അതിന്റെ ഗൗരവവും സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞ ഓരോ കാര്യത്തിലും വലിയ ഫായിദകൾ തന്നെ, ഉപകാരങ്ങൾ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു കാര്യം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഒന്നാമതായി പറഞ്ഞ കാര്യം ഇംതിസാലു അംരില്ലാഹി സുബ്ഹാനഹു വ തആല. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച കാര്യമാണ്. അല്ലാഹുവും മലായികത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് നമ്മൾ വഴിപ്പെട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത്, അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. ഇത് ഏത് പ്രവൃത്തിയിലും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കർമ്മം ഞാൻ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്, അല്ലാഹുവിന് വഴിപ്പെടുകയാണ് എന്ന ഒരു ചിന്ത, ഒരു ഓർമ്മ ഏത് കർമ്മത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഒരു ഹറാമിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ ചിന്ത അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് പാടില്ലാത്ത കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിന് വിട്ടുനിൽക്കുന്നു. ഒരു കാര്യം ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഒരു കാര്യത്തിൽ ഒരാൾക്ക് പ്രചോദനം നൽകുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കിയാൽ അതുകൊണ്ട് വലിയൊരു ഗുണവും ഭാഗ്യവുമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക. ആലോചിച്ചു നോക്കുക, ധാരാളം ആളുകൾ, വലിയ വലിയ ആളുകൾ പോലും അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുന്നവരുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോ ആളുകൾ അന്യ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ പുരുഷന് കൈകൊടുക്കുക അല്ലെങ്കിൽ സ്പർശിക്കുക എന്നുള്ളത് അത് വളരെ ഗൗരവമായിട്ടാണ്. അത് ആർക്കും, ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അന്യ പെണ്ണിനൊരാൾ തൊടുക, കൈ കൊടുക്കുക, സ്പർശനം പോലും എത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ചില ആളുകളൊക്കെ അങ്ങനെ വല്ല തോന്നിവാസങ്ങളും കാണിച്ചാൽ അതിന് പ്രോത്സാഹനം നൽകുന്നത്, ആ സ്ത്രീ, ആ പെൺകുട്ടി അത് മാതൃകയാണെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. സാധാ മുസ്ലിങ്ങളല്ല, ചില ആളുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും, വലിയ വലിയ ആളുകൾ പോലും അത് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇംതിസാല് ചെയ്തുകൊണ്ടാണോ അത് പറയുന്നത്? അല്ല. ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ലോകത്തുള്ള കോടാനുകോടി ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി താക്കീത് ചെയ്തൊരു കാര്യമാണ്. ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആളുകളുടെ ഇഷ്ടമല്ല. പക്ഷെ ആളുകൾ അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വഴിപ്പെടുന്നതിന് പകരം ആളുകളുടെ ഇഷ്ടം നോക്കി ഇസ്ലാമിനെ കൊണ്ടുവരുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഫിത്നകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ രണ്ടാമതായി സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഗുണം പറഞ്ഞു, മുവാഫഖത്തുഹു സുബ്ഹാനഹു ഫി സ്വലാത്തി അലൈഹി സ്വലാം.
മുവാഫഖത്തുഹു സുബ്ഹാനഹു, സ്വലാത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ഒരു യോജിപ്പ് നമുക്ക് ഉണ്ടാവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യം എന്താ? അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ ഒരു സത്യവിശ്വാസി സ്വലാത്ത് ചൊല്ലുമ്പോൾ അവന് കിട്ടുന്ന ഗുണം എന്താ? സ്വലാത്തിന്റെ വിഷയത്തിൽ അല്ലാഹുമായിട്ട് ഒരു മുവാഫഖ, ഒരു യോജിപ്പുണ്ടാവുകയാണ്. അതിന്റെ ഒക്കെ ഒരു ഗുണം, അതിന്റെ ഒരു ഭാഗ്യമൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കുമ്പോൾ വലിയൊരു വിജയം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, രണ്ട് സ്വലാത്തും വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ സൂചിപ്പിച്ചു, ഫസ്വലാത്തുനാ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് ദുആ വസുആൽ, ദുആ പ്രാർത്ഥനയാണ്, അല്ലാഹുവോടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ സനാ ചെയ്യണം എന്നാണ്. നമ്മ സ്വലാത്തുല്ലാഹി തആല അലൈഹി സനാഉൻ വതശ്രീഫ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാകുമ്പോൾ അത് സനാ, പുകഴ്ത്തലും ഉത്കൃഷ്ടനാക്കലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഏതായാലും സ്വലാത്തിന്റെ വിഷയത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹുവോട് നമുക്കൊരു മുവാഫഖത്ത്, ഒരു യോജിപ്പ് സ്വലാത്തിന്റെ വിഷയത്തിൽ ഒരു മുഅ്മിനിന് ലഭിക്കുകയാണ്. അത് വലിയൊരു ഗുണമാണ്. അതേപോലെ തന്നെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞു, മുവാഫഖത്തു മലായികതിഹി ഫിഹാ, നമ്മൾ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ മലക്കുകളോട് നമുക്കൊരു യോജിപ്പ് അതിൽ കിട്ടുകയാണ്. എങ്ങനെ ഈ മലക്കുകളോട് യോജിപ്പ് കിട്ടുന്നത്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നാണ്. അപ്പൊ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളും സ്വലാത്ത് ചൊല്ലുമ്പോൾ മലക്കുകളോട് ആ വിഷയത്തിൽ നമുക്കൊരു യോജിപ്പുണ്ടാവുകയാണ്. അത് വലിയൊരു ഗുണമാണ്. അത് ചിന്തിക്കുകയും ആലോചിക്കുകയും ദീനുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നവർക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് അത് തോന്നുക. കേവലം എണ്ണി പോകുന്നവർക്ക്, ഗൗരവം മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ടായിരിക്കും തോന്നുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വീണ്ടും പറഞ്ഞു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് മൂലം അന്നഹു യുക്തബു ലഹു അശ്റു ഹസനാത്ത്, 10 നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് 10 നന്മകളാണ് ഒരു മുസ്ലിമിന് ലഭിക്കുന്നത്. ഈ നന്മകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് അടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു ഫദ്ലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ 10 നന്മകൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുമ്പോൾ എത്ര വലിയ ഗുണമാണ് സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, യുംഹാ അൻഹു അശ്റു സയ്യിആത്ത്, 10 ഗുണം മാത്രമല്ല 10 തിന്മകളും സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ മായ്ക്കപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം അൻ-നസാഇ റഹ്മഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ മുഖ്ലിസൻ മിൻ ഖൽബി, തന്റെ ഹൃദയത്തിൽ നല്ല ഇഖ്ലാസ് ഉള്ളവനായി അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ മഹബ്ബത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് ആ വ്യക്തിയുടെ മേൽ ചൊല്ലും. 10 തവണ മലക്കുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പുകഴ്ത്തും. എന്നിട്ട് പറഞ്ഞു, വറഫഅഹു ബിഹാ അശ്റ ദറജാത്ത്, 10 ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്ത് മുഖേന അവന് ഉയർത്തി കൊടുക്കും. വകതബ ലഹു ബിഹാ അശ്റ ഹസനാത്ത്, അത് മുഖേന ആ സ്വലാത്ത് കാരണമായി കൊണ്ട് 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തി കൊടുക്കും. വമഹാ അൻഹു അശ്റ സയ്യിആത്ത്, 10 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് മായ്ച്ചു കൊടുക്കുമെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് ഒരു മുഅ്മിന് ലഭിക്കുന്ന വലിയ ഗുണങ്ങളാണ്. അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഫദ്ലുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വീണ്ടും പറയുന്നു, സ്വലാത്ത് ചെല്ലുന്നതിനുള്ള ഗുണമായി അദ്ദേഹം പറയുകയാണ്, അന്നഹു, തീർച്ചയായും കാര്യം, യുർജാ ഇജാബത്തു ദുആഇഹി ഇദാ ഖദ്ദമഹാ അമാമഹ, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അവൻ അല്ലാഹുവോട് ഏത് ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലും ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ആ
ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പേ അള്ളാഹുവെ സനാ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുകയും ചെയ്താൽ അതുകൊണ്ട് ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഇജാബത്ത് ഉത്തരം നൽകപ്പെടാൻ വലിയൊരു കാരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന വലിയൊരു ഗുണം നമുക്കറിയാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തണം. സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചോദിക്കുമ്പോൾ അത് ലഭിക്കാൻ ഒരു കാരണമായി സ്വലാത്ത് ഉണ്ടാകുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്. അന്നഹാ സബബുൻ ലിശഫാഅതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറനഹാ ബിസുആലിൽ വസീലതി ലഹു. അദ്ദേഹം പറയുകയാണ്, ഇത് സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാൻ ഒരു കാരണമാണ്. ആ സ്വലാത്തിന് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വസീലയെ കൂടി ചോദിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ശഫാഅത്ത് ലഭിക്കാൻ ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹദീസിലൂടെ നമുക്കറിയാം. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന, ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനെ നിങ്ങൾ കേൾക്കുമ്പോൾ ഫഖൂലു മിസ്ല മാ യഖൂൽ, ആ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയണം. സുമ്മ സ്വല്ലു അലയ്യ, എന്നിട്ട് നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്തേ കാരണം? ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, കാരണം തീർച്ചയായും കാര്യം ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മ സലുല്ലാഹ ലിയൽ വസീല, എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ വസീലയെ ചോദിക്കണം. എന്താണ് വസീല? നമ്മൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്കറിയാം. സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞ് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും. ഏതാ? ആറ്റി അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആറ്റി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വസീല വൽ ഫദീല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വസീല നൽകാൻ. എന്താണ് വസീല? അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്നഹ, അത് സ്വർഗത്തിലുള്ള ഉന്നതമായൊരു പദവിയാണ്. വസീല വൽ ഫദീല സ്വർഗത്തിലെ ഉന്നതമായൊരു പദവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അത് ആ ഉന്നതമായ ആ വസീല അത് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരാൾക്ക് അല്ലാതെ അത് അനുയോജ്യമാവുകയില്ല, അനിവാര്യമാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅർജു അൻ അകൂന അന ഹുവ, ആ വ്യക്തി ആ ആള് ഞാനാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഫമൻ സഅല ലിയൽ വസീല, ആരെങ്കിലും എനിക്ക് വേണ്ടി അല്ലാഹുവോട് വസീലയെ ചോദിച്ചാൽ ഹല്ലതു ലഹു ശഫാഅ, അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുമെന്നാണ്. നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും പിന്നീട് നമ്മൾ ആ പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ വസീലയെ കൂടി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുകയാണ്. സഹോദരന്മാരെ, എത്ര വലിയ ഗുണങ്ങളാണ് സ്വലാത്തുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. തീർന്നില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, അന്നഹാ സബബുൻ ലിഗുഫ്രാനി ദുനൂബ്, തീർച്ചയായും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ലിഗുഫ്രാനി ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു കാരണമാണ്. നമ്മളൊക്കെ ധാരാളക്കണക്കിന് തിന്മകൾ വന്നു പോകുന്ന ആളുകളാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഒരു സ്വലാത്ത് കാരണമാണെങ്കിൽ ഒരു ദിവസവും നമുക്ക് എത്ര സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പല തിന്മകളും പാപങ്ങളും പൊറുക്കപ്പെടാൻ ഒരു കാരണമാവുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ കാരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ എനിക്ക് ലഭിക്കുന്ന ഗുണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അവന് ലഭിക്കും. അതുകൊണ്ട് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും മിൻ ജമീഇ ദുനൂബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഗുണമായി അന്നഹാ സബബുൻ ലികിഫായത്തില്ലാഹിൽ അബ്ദ മഅഹമ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അവന്റെ ഇഹപരലോക ജീവിതത്തിൽ ദുനിയാവിലും പരലോകത്തും അവൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് അല്ലാഹു സൗകര്യം ചെയ്തു കൊടുക്കും, തൃപ്തിപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അത് സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഒരു ഗുണമാണ്. നമ്മുടെ ദുനിയാവിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ പരലോകത്തുമുള്ള കാര്യങ്ങൾ അത് നേടിയെടുക്കാനുള്ള ഒരു അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അന്നഹാ സബബുൻ ലിഖുർബിൽ അബ്ദി മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കാൻ ഒരു സന്ദർഭം, ഒരു കാരണമാണ് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അന്നഹാ തഖൂമു മഖാമ സ്വദഖ ലിദിൽ ഉസ്റ. പ്രയാസപ്പെടുന്നവന്, കഷ്ടപ്പെടുന്നവന് സ്വദഖ നൽകാൻ കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അതൊരു സ്വദഖയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് സലഫുകൾ നമുക്ക് മനസ്സിലാക്കി തരുകയാണ്. അപ്പൊ ഒരു സ്വദഖയുടെ സ്ഥാനത്ത് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ആ ഗുണം നമുക്ക് ലഭിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അന്നഹാ സബബുൻ ലിഖദാഇൽ ഹവായിജ്. നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, പല ആവശ്യങ്ങളും ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടാൻ ഒരു കാരണമാണ് സ്വലാത്ത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞു, അന്നഹാ സകാത്തുൽ ലിൽ മുസല്ലി വതഹാറത്തുൽ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ആ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു സംസ്കരിക്കലാകുന്നു. അതേപോലെ തന്നെ അവനൊരു തുഹാറത്ത് ശുദ്ധീകരിക്കലാകുന്നു. നമുക്കറിയാം അതെങ്ങനെ. നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് മൂലം നമ്മുടെ ഹസനാത്തുകൾ, നന്മകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തിന്മകൾ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ, ആ മുസല്ലി, ആ സ്വലാത്ത് ചെല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ ആ സ്വലാത്ത് അവനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അങ്ങനെ വിശദീകരിക്കാനുണ്ടായ കാരണം. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അന്നഹാ സബബുൻ ലിതദക്കുരിൽ അബ്ദി മാ നസിയ. ഒരാൾ മറന്നു പോകുന്ന, മറവി എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. മറന്നുപോകുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും മറന്നുപോകുന്ന കാര്യങ്ങൾ ഓർക്കാൻ ഒരു ഗുണമായി ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലലാണ്. അതുമൂലം നമുക്ക് മറന്നുപോയ കാര്യങ്ങൾ അത് ഓർത്തെടുക്കാൻ, ഓർമ്മ കിട്ടാൻ അത് വലിയൊരു ഗുണമാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അന്നഹാ സബബുൻ ലിനഫിൽ ഫഖ്രി കമാ തഖദ്ദം. നമുക്കുണ്ടാകുന്ന ദാരിദ്ര്യം, പ്രയാസങ്ങൾ, പട്ടിണി, ദാരിദ്ര്യങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ഇല്ലാതായി തീരും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഫഖർ, ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ പിശുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ അവൻ പിശുക്കനാണ് എന്ന് പറയുമ്പോ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അന്നഹാ തൻഫി അനിൽ അബ്ദി ഇസ്മൽ ബുഖൽ, ആ പിശുക്കൻ എന്ന പേര് ലഭിക്കാതെ രക്ഷപ്പെടാനും കൂടി അവനൊരു കാരണമാകും. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞു, അന്നഹാ തുർമി സ്വാഹിബഹാ അലാ ത്വരീഖിൽ ജന്ന. സ്വലാത്ത് ചൊല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ സ്വർഗത്തിന്റെ ത്വരീഖിലേക്ക് ആ സ്വലാത്ത് അവനെ വഴി നടത്തുന്നതാണ്. എന്നാൽ ആ സ്വലാത്ത് ഉപേക്ഷിക്കനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിന്റെ, ജന്നത്തിന്റെ ത്വരീഖിൽ നിന്നും അവനെ തെറ്റിച്ചു കളയുന്നതാണ്. അതും സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഒരു ഗുണമാണ്. നമുക്ക് സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് നമുക്ക് വഴി കാണിച്ചു തരും. അതുപോലെ തന്നെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അന്നഹു യഖ്റുജു ബിഹൽ അബ്ദു അനിൽ ജഫാ. സ്വലാത്ത് കൊണ്ടുള്ള ഒരു ഗുണം, ഒരാൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ
മോശം സ്വഭാവം, പിണക്കം, ഇതിൽ നിന്നൊക്കെ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അവന് വിട്ടുനിൽക്കാൻ സാധിക്കും. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും മുഖ്ലിസം ഫി ഖൽബിഹി, നേരത്തെ പറഞ്ഞല്ലോ, അതേ ഇഖ്ലാസോടുകൂടി അങ്ങേയറ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തോടുകൂടി അള്ളാഹുവിൽ നിന്ന് ഈ കൂലികളൊക്കെ എനിക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മനസ്സിലാക്കുകയും ഇത് മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെന്നൊരു പ്രതീക്ഷയോടുകൂടി സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിൽ അടിയുറച്ച് ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.